ഉത്തർപ്രദേശിലെ 594 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗ എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മീററ്റിനെ കിഴക്കൻ മേഖലയിലെ പ്രയാഗ്രാജുമായി ബന്ധിപ്പിക്കുന്ന ഈ അതിവേഗ പാത സംസ്ഥാനത്തെ വ്യവസായ, കാർഷിക, ചരക്ക് നീക്ക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. 36,230 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ എക്സ്പ്രസ് വേ യാത്രാസമയവും വ്യാപാരവും വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നിലവിൽ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലെത്താൻ 10 മുതൽ 12 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് വേയുടെ വരവോടെ ഇത് 6 മുതൽ 8 മണിക്കൂറായി ചുരുങ്ങും. നിലവിൽ 6 വരി പാതയായാണ് നിർമ്മിക്കുന്നത്. ഭാവിയിൽ ഇത് 8 വരിയായി വികസിപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മീററ്റ്, ഹാപൂർ, ബുലന്ദ്ഷഹർ, അംറോഹ, സംഫാൽ, ബദായൂൻ, ഷാജഹാൻപൂർ, ഹർദോയ്, ഉന്നാവോ, റായ്ബറേലി, പ്രതാപ്ഗഡ്, പ്രയാഗ്രാജ് എന്നീ 12 പ്രധാന ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ പാതയിലൂടെ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട്. തന്ത്രപ്രധാനമായ പ്രതിരോധ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഈ എക്സ്പ്രസ് വേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഷാജഹാൻപൂരിന് സമീപം യുദ്ധവിമാനങ്ങൾക്ക് അടിയന്തരമായി ഇറങ്ങാൻ സാധിക്കുന്ന 3.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ സ്ട്രിപ്പ് ഈ എക്സ്പ്രസ് വേയുടെ ഭാഗമാണ്. സിവിലിയൻ ആവശ്യങ്ങൾക്കപ്പുറം രാജ്യസുരക്ഷയ്ക്കും ഈ പാത ഇതോടെ മുതൽക്കൂട്ടാകും. ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം, CCTV ക്യാമറകൾ, എമർജൻസി കോൾ ബോക്സുകൾ, ആംബുലൻസ് സൗകര്യം എന്നിവ പാതയിലുടനീളം ഉറപ്പാക്കിയിട്ടുമുണ്ട്. എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനത്തോടെ ഉത്തർപ്രദേശിന്റെ വികസന യാത്രയ്ക്ക് കൂടുതൽ വേഗത വന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഗ്രാമങ്ങളെയും കർഷകരെയും സംരംഭകരെയും യുവാക്കളെയും ബന്ധിപ്പിക്കുന്ന ഒരു ലൈഫ് ലൈൻ എന്നാണ് പദ്ധതിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. വികസനം ത്വരിതപ്പെടുത്താനും പ്രാദേശികമായ കുറവുകൾ നികത്താനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിൽ എത്തിക്കാൻ ഈ പാത കർഷകരെ സഹായിക്കും. കൂടാതെ വാരണാസി, പ്രയാഗ്രാജ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ഉണർവാണ് നൽകാനിരിക്കുന്നത്. വ്യവസായങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനെയും കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന കിഴക്കൻ മേഖലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക അസമത്വം കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. യമുന എക്സ്പ്രസ് വേ, ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേ, ജവ എയർപോർട്ട് ലിങ്ക് എന്നിവയുമായി ഗംഗ എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കപ്പെടും. നിലവിൽ 6 വരിയായത് ഇനി 8 വരിയായും വികസിപ്പിക്കും. ഏകദേശം 47,000 കോടി രൂപയുടെ 987 നിക്ഷേപ പ്രപ്പോസലുകൾ ഇതിനോടകം തന്നെ സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. അദാനി ഗ്രൂപ്പാണ് പദ്ധതിയുടെ 4 സെക്ഷനുകളിൽ 3 എണ്ണവും നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 594 കിലോമീറ്ററിൽ 464 കിലോമീറ്ററും നിർമ്മിച്ചത് അദാനി ഗ്രൂപ്പാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനെ മധ്യ കിഴക്കൻ മേഖലകളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വികസനം കുറഞ്ഞ ജില്ലകളിലേക്കും വൻ നിക്ഷേപങ്ങൾ എത്തിക്കാൻ ഈ പദ്ധതി വഴി സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. റിയൽ എസ്റ്റേറ്റ്, കൃഷി, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതോടെ ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് വൻ പ്രതീക്ഷയും. സന്ദർശനത്തിന്റെ ഭാഗമായി വാരണാസിയിൽ മാത്രം ഏകദേശം 6,000-ലധികം കോടിയുടെ പുതിയ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. വാരണാസി ജംഗ്ഷൻ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ, 3-4 റെയിൽവേ ലൈനുകൾ, 30 ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ, ചന്ദ്രാവതി ഘട്ടിന്റെ പുനർവികസനവും സാരനാഥിനടുത്തുള്ള സാരംഗനാഥ ക്ഷേത്രത്തിന്റെ നവീകരണവും എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ച പദ്ധതികൾ. കൂടാതെ 2 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.